ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഡിസൈനുകൾ കൊണ്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ചെയ്തിട്ടുള്ള ഈ ഒരു വീടാണ്. മലപ്പുറം ജില്ലയിലെ അരീക്കാട് സാദിഖ് മുഫീദ ദമ്പതിമാരുടെ വീടാണിത്. വീടിൻ്റെ കോമ്പൗണ്ട് വാള് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ സെയിം പെയിൻറ് തന്നെ ഈ ഒരു കോമ്പൗണ്ട് വാളിലും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ടെക്സ്ചർ പെയിൻറ് ഇടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. 14 സെൻറ് സ്ഥലത്ത് 3200 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ മെയിൻ ഗേറ്റ് കാണിക്കാത്തത്, ആ ഒരു ഗേറ്റ് ഇങ്ങോട്ടേക്ക് നീക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ട്രാക്കിൽ ചെളി കുടുങ്ങിയിരിക്കുകയാണ്. ഇത് നമുക്ക് കോമ്പൗണ്ടിനകത്ത് നിന്ന് കാണാം കേട്ടോ. ഇവിടെ മെയിൻ ഗേറ്റ് കൂടാതെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സിംഗിൾ ഗേറ്റ് കൂടി നൽകിയിട്ടുണ്ട്. വീടിൻ്റെ എലിവേഷൻ നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് വീടിൻ്റെ ഈ ഒരു സൈഡ് പോർഷൻ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയും സ്പേസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് പില്ലറിന് നൽകിയിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോണാണ് കേട്ടോ. മുറ്റത്ത് നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വിരിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ലോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു ഊഞ്ഞാല് കൂടി കൊടുത്തിട്ടുണ്ട്. ജിഐയുടേതാണ്. ഈ ഒരു ഭാഗത്തേക്ക് വ്യൂ കിട്ടാവുന്ന രീതിയിൽ വീടിൻ്റെ ഈ ഒരു സൈഡിലൊരു ആപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ വിൻഡോസിനൊക്കെ ഷോവാള് ബോക്സ് രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതിലൊരു GI വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്നാണ് ഈ ഒരു ആപ്സ് വന്നിട്ടുള്ളത്. ഇവിടെ ഡബിൾ ഡോറും അതുപോലെ ഒരു വലിയ വിൻഡോ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് പ്ലാന്റ് ബോക്സ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ഗേറ്റ്. GIയിലും മെറ്റൽ ഷീറ്റിലുമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു സ്ലൈഡിങ് ഗേറ്റ് ആണ്. സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയൊരു CNC വർക്ക് കൂടി വരുന്നുണ്ട്. ഇത് ഫ്രണ്ട് പോർഷനിൽ സെറ്റ് ചെയ്തിട്ടുള്ള ലോണാണ്. നാച്ചുറൽ ഗ്രാസും നല്ല ഭംഗിയുള്ള പ്ലാന്റുകളുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു പോർച്ചിൻ്റെ സൈഡിലായിട്ടൊരു ടാപ്പ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പോർച്ചാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പോർച്ചിന് സീലിങ്ങിലായിട്ട് സിമെൻറ്റ് ടെക്സ്ചർ നിലനിർത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി വീടിൻ്റെ എലിവേഷനിലേക്ക് വരാം. ഇവിടെ പാരപ്പറ്റ ഡിസൈൻ ചെയ്തിട്ടുള്ളത് GP പൈപ്പ് കൊണ്ടാണ്. ഫ്രണ്ടിലായിട്ട് പ്ലാന്റ് ബോക്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിൻഡോസിന് നേരത്തെ കണ്ടതുപോലെ തന്നെ ഷോവാള് ബോക്സ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ GI പൈപ്പ് ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ CNC വർക്കാണ് കാണുന്നത്. പിന്നെ ഇവിടെ പില്ലറിന് കൊടുത്തിട്ടുള്ള ആ ഒരു നാച്ചുറൽ സ്റ്റോണ് പ്ലാന്റ് ബോക്സിന് കൂടി കൊടുത്തത് കാരണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി ഫ്രണ്ടിലേക്കായിട്ടൊരു ടെക്സ്ചർ വർക്ക് കൂടി വരുന്നുണ്ട്. അത് നമുക്ക് മുകളിലെത്തിയിട്ട് കാണാം കേട്ടോ. അത്യാവശ്യ വലുപ്പത്തിൽ L ഷേപ്പിൽ വരുന്നൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിന് താഴെയായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റെപ്പുകളാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ ബോഡി ടൈലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫ്ലോറിൽ വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 സിംഗിളായിട്ടുള്ള ചെയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സിംഗിൾ വിൻഡോ ആണ് വരുന്നത്. മുകളിൽ സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തൊരു ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്ന വർക്ക് മെറ്റലിൽ CNC കട്ടിങ് ചെയ്തിട്ടുള്ളതാണ്. ഇനി മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ ടീക്ക് വുഡിൽ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് സിമ്പിൾ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മൾ കണ്ട ഡിസൈനിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ലിവിങ് ചെയ്തിട്ടുള്ളത്. താഴെ മാറ്റ് വിരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ടീ ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് വുഡ് കളർ കോമ്പിനേഷനിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല വൈറ്റിൽ പ്യുവർ വൈറ്റിൽ വരുന്നൊരു സോഫ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു വിൻഡോ വരുന്നുണ്ട്. വാളിൽ വാൾ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വർക്കാണ് കേട്ടോ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സിമെൻറ്റിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പ്ലാസ്റ്ററിങ്ങിൻ്റെ സമയത്ത് പൈപ്പ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ്. അതിന് ചുറ്റുമായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതാ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വുഡൻ കളർ സോഫ സെറ്റ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും പാർട്ടീഷൻ ചെയ്യുന്ന ഒരു വർക്കാണ്. ഇത് മെറ്റൽ വർക്കാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തൊരു പില്ലർ വരുന്നുണ്ട്. പില്ലറിൽ മൾട്ടിവുഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് കടക്കുന്നത് ഒരു ഫോയറിലേക്കാണ്. ഫോയറിൻ്റെ ഈ ഒരു സൈഡിലാണ് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് സിറ്റ് ഔട്ടിലേക്ക് ലോണിലേക്കൊക്കെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിൽ ഈ ഒരു സൈഡിൽ മാത്രമായിട്ട് വുഡൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി വിട്രിഫൈഡ് ടൈലാണ് കേട്ടോ. ഇവിടെ വാളിൽ കാണുന്ന ഈ ഒരു വർക്ക് മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഫോയറിൽ നിന്ന് നമ്മൾ കടക്കുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ്ങിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു പ്രെയർ റൂം വരുന്നുണ്ട്. അതുപോലെ കോമൺ ബാത്റൂമും വരുന്നുണ്ട്. വാഷ് ബേസിൻ്റെ താഴെയായിട്ട് ഷെൽഫുകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് മാറ്റ് ടൈപ്പിൽ വരുന്നൊരു ബേസാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ ടാപ്പാണ് അതിന് സെറ്റാക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യുന്നതിന് ക്ലാഡിംഗ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു മിററും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പാസേജ് കൊടുത്തിട്ടാണ് ഇവിടെ കോമൺ ബാത്റൂമും പ്രെയർ റൂമും ചെയ്തിട്ടുള്ളത്. ആദ്യം കോമൺ ബാത്റൂം കാണാം. ചെറിയൊരു ബാത്റൂമാണ്. വൈറ്റ് ആൻഡ് വുഡൻ കളറാണ് ടൈല് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് മുകളിലായിട്ടും സീലിംഗ് ചെയ്തിട്ടുണ്ട്. പ്രെയർ റൂമിൻ്റെ ഡോറിന് ഇവിടെ ഒരു മൈക്ക ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു പ്രെയർ റൂമാണ്. മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കാലിഗ്രാഫി ഫ്രെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു ഭാഗത്തൊരു ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തിങ്ങി നിൽക്കുന്ന ഫീല് ഇല്ലാണ്ടിരിക്കാൻ അത് യൂസ്ഫുള്ളാണ്. പിന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. വിൻഡോയിൽ റോമൻ ഗ്ലിൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഇവിടെ ഒരു ഷെൽഫ് കൂടി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് വരുന്നൊരു ഷെൽഫാണ്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയ കാണാം. ഇവിടെ ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് 2 ബെഡ്റൂം, സ്റ്റെയർ എന്നിവ വന്നിട്ടുള്ളത്. 8 സീറ്റോട് കൂടിയിട്ടുള്ളൊരു വുഡൻ ഗ്ലാസ് ടേബിളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടേബിളിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ട് ഒരു പാഷ്യോ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നല്ല ഭംഗിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാഷ്യോ കാണാം. സ്ലൈഡിംഗ് ഡോറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്തായിട്ട് ഗ്രീൻ മാറ്റ് വിരിച്ചിട്ടുണ്ട്. കോബിൾ സ്റ്റോൺ ആണ് താഴെ വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് പ്ലാന്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിൽ ക്ലാഡിംഗ് ടൈലാണ് ചെയ്തിട്ടുള്ളത്. 2 ലൈറ്റും കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് GI വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിൽ ഷീറ്റ് ചെയ്തിട്ട് അതിലൊരു ഗ്ലാസ് ഷീറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതാ ഈ ഒരു ഡൈനിങ് ഏരിയക്ക് ചെറിയൊരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ വർക്കാണ് ഇത്. ഡൈനിങ്ങിനെയും കിച്ചണിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് താഴെ ഒരു ഷെൽഫ് വരുന്നുണ്ട്. സ്റ്റെയറിന് താഴെയായിട്ടാണ് ഇവിടെ ഫാമിലി ലിവിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിന് താഴെ ഇവിടെ നാച്ചുറൽ പ്ലാന്റും അതുപോലെ പെബിൾ സ്റ്റോണും വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറിൽ വരുന്നൊരു സോഫ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന് ബാക്കിൽ കാണുന്നത് ഒരു ഷൂ റാക്കാണ് കേട്ടോ. ഇവിടെ കാണുന്ന ഈ ഒരു വിൻഡോ ആണ് കേട്ടോ ആ ഒരു ആപ്സിലേക്ക് വരുന്ന വിൻഡോ. ഇവിടെയാണ് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡ് വിത്ത് മൈക്കയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് ഗ്ലാസ് വർക്ക് കൂടി വരുന്നുണ്ട്. ഇനി ഇവിടെയാണ് ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ടുള്ളത്. ബെഡ്റൂമിലേക്ക് കടക്കുമ്പോൾ ഒരു പാസേജാണ് വരുന്നത്. പാസേജിലാണ് ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ബാത്റൂമാണ്. ആഷ് കളർ മാറ്റ് ഫിനിഷിംഗ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ ക്ലോസറ്റ് ബ്ലാക്ക് കളറിലാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ബേസിന് വരുന്നുണ്ട്. ബേസിന് ഷെൽഫ് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്ത് ആണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ വരുന്നൊരു ഓപ്പൺ ഷെൽഫാണ് കേട്ടോ അത്. പിന്നെ ഇതാ സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ്. കോട്ടിൻ്റെ ഹെഡ് വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡ് വിത്ത് മൈക്കയിലാണ്. ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ കാണുന്നത് ഇതൊരു വിൻഡോ ആണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. സ്ലൈഡിംഗ് ആണ്. ഇതും സിറ്റ് ഔട്ടിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി റൂമിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് നല്ല ഭംഗിയിൽ ഡി ഷേപ്പിൽ വരുന്ന ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിററിൻ്റെ ഈ ഒരു സൈഡിലേക്കായിട്ട് ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബിന് സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വുഡ് കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഡൈനിങ്ങിൽ നിന്ന് നേരെ കിടക്കുന്നത് ഓപ്പൺ കിച്ചണിലേക്കാണ്. കിച്ചണിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്റ്റെയറിൻ്റെ റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ള ബെഡ്റൂമും ഈ ഒരു ഷൂ റാക്കും കാണാം. നല്ല ഭംഗിയിലാണ് ഈ ഒരു ഷൂ റാക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് നേരത്തെ കണ്ടിട്ടുള്ള ആപ്സിലേക്കുള്ള ഡോർ വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു ബെഡ്റൂം കാണാം. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ബെഡ്റൂമാണിത്. അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. നമ്മൾ റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു മിറർ യൂണിറ്റാണ് കാണുന്നത്. താഴെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു മിററാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ബാക്കിലായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹെഡ് ബോർഡിലായിട്ട് കുഷ്യനാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഹെഡ് വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡ് വിത്ത് മൈക്കയിലാണ്. മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്കായിട്ടാണ് ബാത്റൂമും വാർഡ്രോബും വരുന്നത്. ഇവിടെയും വാർഡ്രോബിന് സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഷെൽഫുകൾ വരുന്നുണ്ട്. ഈ ഒരു വാർഡ്രോബിനകത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. പിന്നെ ഇതാ ഈ ഭാഗം ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഡക്കസ് വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ കാണുന്നത് ഡ്രസ്സിങ് ഏരിയയുടെ ഡോറാണ് കേട്ടോ. നമ്മൾ ഓപ്പൺ ചെയ്ത് കയറുന്നത് ഡ്രസ്സിങ് ഏരിയയിലേക്കാണ്. ഇവിടെ നിന്നാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂം ഡിസൈൻ ഒന്ന് വെറൈറ്റി ചെയ്യാനായിട്ട് ഇവിടെ ടൈല് കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെ നമ്മുടെ പഴയ ആ ഒരു മൊസൈക്കിൻ്റെ ഡിസൈനിൽ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും സീലിംഗ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം കേട്ടോ. ഇവിടെ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് വുഡിലും ടഫൻ ഗ്ലാസ്സിലും ആണ്. സ്റ്റെപ്പിൻ്റെ രണ്ട് സൈഡിലും മെറ്റൽ വർക്കാണ് വന്നിട്ടുള്ളത്. ലാൻഡിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് മുകളിൽ നല്ല ഭംഗിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ഹാളാണ് വരുന്നത്. ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട്, അതായത് നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് തന്നെ ഇവിടെ ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട്. ചെറിയൊരു ഫോയർ കൊടുത്തിട്ട് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു റൂമിലേക്ക് കടന്നു വരുമ്പോഴും ഫസ്റ്റ് കാണുന്നത് ഈ ഒരു മിറർ തന്നെയാണ്. ഇതൊരു കിഡ്സ് ബെഡ്റൂമാണ്. വൈറ്റ് പിങ്ക് കളർ കോമ്പിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കർട്ടൻ ആയാലും ഇതിനോട് മാച്ചായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു വയലറ്റ് ഷെയ്ഡ് കൂടി വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വാർഡ്രോബാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെയും വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ആഷ് കളർ കോമ്പിനേഷനിലാണ് ടൈല് ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷിംഗ് ആണ്. ഇനി ഈ ഒരു ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം, അതുപോലെ തന്നെ ബാൽക്കണി എന്നിവ വരുന്നത്. ഈ കാണുന്ന ഡോറ് ഓപ്പൺ ടെറസിലേക്കുള്ളതാണ്. ഇവിടെ മുകളിൽ ഷീറ്റ് ചെയ്തിരിക്കുകയാണ്. താഴെ ടൈല് വിരിച്ചിട്ടുണ്ട്. ഇനി അലക്കാനുള്ളൊരു സ്പേസ് പ്രത്യേകിച്ച് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കിച്ചണിൻ്റെ ഭാഗത്താണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ല രീതിക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉള്ളത് കാരണം നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല കേട്ടോ. ഇത് നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് താഴെ ലിവിങ്ങിൽ നിന്ന് വരുന്ന ഡബിൾ ഹൈറ്റിൽ വരുന്ന ആ ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗം വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വാൾപേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെതാ ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റഡി ടേബിൾ പോലെ ചെയ്തിട്ടുണ്ട്. അയൺ ടേബിൾ ആയിട്ടും യൂസ് ചെയ്യാം. ഇവിടെയും ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടൊരു ഓപ്പൺ ഷെൽഫാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് കേട്ടോ ബാൽക്കണി വരുന്നത്. ഡബിൾ ഡോർ ഉള്ളത് കാണുന്നത് ബാൽക്കണിയുടെ ഡോറാണ്. ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം കാണാം. ബെഡ്റൂമിലേക്ക് കിടക്കുന്ന ഭാഗത്തൊരു ഫോയർ വന്നിട്ടുണ്ട്. അതുപോലെ കോട്ടിൻ്റെ ഹെഡ് ഭാഗത്തായിട്ട് ഇവിടെ വലിയൊരു മിററാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഡ്രസ്സിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ബാത്റൂം തന്നെയാണിതും. ഈ ഒരു വീടിന് നല്ലൊരു വർക്കിംഗ് കിച്ചൺ വരുന്നുണ്ട് കേട്ടോ. അതെല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ വീടിൻ്റെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്, വർക്കിംഗ് കിച്ചൺ ഉണ്ട്, പിന്നെ ഒരു വാഷ് ഏരിയയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണേ. ഈ ഒരു കോട്ടും നല്ല സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റഡി ടേബിൾ പോലെ ചെയ്തിട്ടുണ്ട്. ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോട്ടിൻ്റെ ഹെഡ് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ സോഫക്കൊക്കെ യൂസ് ചെയ്യുന്ന റെക്സിനയുടെ സീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ബാൽക്കണി കാണാം. ഈ ഒരു ഭാഗത്ത് ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് ആ ഒരു CNC വർക്ക് വന്നിട്ടുള്ളത്. ഇവിടെയും മുകളിലായിട്ട് ചെറിയൊരു ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഓപ്പൺ ടെറസാണ്. നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കാണുന്ന ആ ഒരു ഭാഗം കേട്ടോ. ഇവിടെ ടെക്സ്ചർ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.